നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടതു സ്ഥാനാർത്ഥിക്ക് ദേവികുളം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി മുൻ MLA എസ് രാജേന്ദ്രൻ. ആളുകളുമായും സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. ആളുകളുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂവെന്നും എസ് രാജേന്ദ്രൻ. CSDS സംഘടനയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. സംഘടനയുടെ പേര്, ചിഹ്നം എന്നിവ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങളും പണപ്പിരിവും നടത്തുന്നത് സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും പുറത്താക്കപ്പെട്ടവരുമെന്ന് സംസ്ഥാന നേതൃത്വം. കട്ടപ്പന ഇടുക്കി കവലയിൽ ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി നഗരസഭ. സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് ഇടുക്കി കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്ന്. കാഞ്ചാർ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി. ഡോക്ടർമാരുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അധികൃതരുടെ മുന്നിലെത്തിച്ചിരുന്നു. ഇതേ തുടർന്നാണ് DMOയുടെ ഭാഗത്തു നിന്നും ഡോക്ടറെ നിയമിക്കാൻ അടിയന്തര തീരുമാനമുണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടതു സ്ഥാനാർത്ഥിക്ക് ദേവികുളം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി മുൻ MLA എസ് രാജേന്ദ്രൻ. CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ എസ് രാജേന്ദ്രൻ വീണ്ടും വിമർശനം ഉന്നയിച്ചു. ആളുകളുമായും സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. ആളുകളുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂവെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. മുൻകാല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളല്ല നടന്നത് എന്നും എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ചില നിലപാടുകൾ പ്രായോഗിക തലത്തിൽ പ്രവർത്തനത്തിലും ഉണ്ട്. മറ്റൊന്ന്, പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നേതാക്കൾ താഴെത്തട്ടിൽ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ, ജനങ്ങളുമായുള്ള ബന്ധത്തിൽ, പാർട്ടി സഹാക്കളുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഈ പ്രശ്നത്തിന് എല്ലാം അടിസ്ഥാന കാരണം. അതിൽ ഞാൻ ഇറങ്ങിയോ അല്ലെ എൻ്റെ മഹത്വം കൊണ്ടോ ഞാൻ ഇറങ്ങിയാലെങ്കിൽ മുഴുവനും വോട്ടായി മാറുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ആരാണേലും സാധാരണക്കാരോടും പാർട്ടി സഹാക്കളോടും ആത്മബന്ധം എത്രത്തോളം അവർ ആഴത്തിൽ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെരുമാറുന്നുണ്ടോ, ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, അതിൻ്റെ ബേസിലേ വോട്ട് മാറുള്ളൂ, വോട്ട് വരുള്ളൂ. അത് ആണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വോട്ടർമാരുടെ ഭാഗത്തു നിന്നും പ്രതികരിച്ചത് എന്നാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് എൻ്റെ മഹത്വം കൊണ്ടായി ഞാൻ കണക്കാക്കുന്നില്ല. CSDS സംഘടനയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും പുറത്താക്കപ്പെട്ടവരുമാണ് സംഘടനയുടെ പേര്, ചിഹ്നം എന്നിവ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങളും പണപ്പിരിവും നടത്തുന്നതെന്ന് സംസ്ഥാന നേതൃത്വം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ വ്യാജമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും CSDSന്റെ രജിസ്ട്രേഷൻ നമ്പറും കൊടിയും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതും കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതി തടഞ്ഞിട്ടുള്ളതാണ്. 2013 മുതൽ രജിസ്ട്രേഷൻ നടത്തുകയും 2024 വരെ രജിസ്ട്രേഷൻ പുതുക്കി KK സുരേഷ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് CSDS. ഈ സംഘടനയിൽ നിന്നും സ്വയം രാജിവെച്ച് പോയവരും സംഘടനാ വിരുദ്ധ പ്രവർത്തനം മൂലം സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായവർ CSDSന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തുകയും സംഘടനയുടെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതായി CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. CSDSന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ 1000 കുടുംബയോഗങ്ങളും 20 താലൂക്ക് കമ്മിറ്റികളും 50 പഞ്ചായത്ത് കമ്മിറ്റികളുമുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. കേരള രാഷ്ട്രീയത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് CSDS. നിരവധി സമരമുഖങ്ങൾ ഞങ്ങൾ തുറന്നുണ്ട്. ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ സമരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും. ഈ സമീപകാലത്ത് CSDSന്റെ പേര് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനെതിരെ ഉള്ള ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കെതിരായി നിൽക്കുന്നത്. ഇന്ന് ഒരു 10,000 പേരെ ഒന്നിച്ചിറക്കി ഒരു സമ്മേളനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘടന, ദളിത് സംഘടനയാണ് CSDS. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയവും മതചിന്തകളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഈ സമൂഹത്തിന് വിരോധിച്ചു വേണ്ടിയാണ് നിന്നത്. അപ്പൊ ഇതിൽ നിന്ന ചില ആളുകൾ 2018 രാഷ്ട്രീയ പാർട്ടികളിൽ പോയതിനു ശേഷമാണ് CSDSന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിനെതിരെയുള്ള
അതിശക്തമായ ഒരു നീക്കമാണ് കേരളം മുഴുവൻ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾക്ക് കാരണമായ ഒരു സംഘടനയുടെ പേര് നിങ്ങൾ വായിച്ചു കാണുന്നത് CSTS എന്നാണ് അതിന്റെ പേര്. അത്തരമൊരു സംഘടനയെ പുലർത്താൻ വേണ്ടിയും അതിന്റെ പേര് വ്യാജപ്രചരണം നടത്തുക, അതിന്റെ പേര് പണപ്പിരിവുകൾ പോലും ഈ ഹൈറേഞ്ച് മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. CSTSന്റെ രേഖകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞ സ്ഥിതിക്ക് മാധ്യമങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ പ്രസ്ഥാനം രജിസ്ട്രേഷൻ നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഒരു സംഘടനയ്ക്ക് ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാകൂ. സംഘടനയ്ക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ, ട്രഷറർ പ്രവീൺ ജെയിംസ്, സെക്രട്ടറിമാരായ ലീലാമ്മ ബെന്നി, വിനു ബേബി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സണ്ണി കണിയാമുറ്റം, മോബിൻ ജോണി, ഇടുക്കി ജില്ലാ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ KV പ്രസാദ്, രാജൻ ലബക്കട, ബിനു ചാക്കോ, സണ്ണി തോമസ്, സോമി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഇടുക്കിക്കവലയിൽ ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി നഗരസഭ. ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി, നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ദേശീയപാതയുടെ വശത്തെ 3 കലുങ്കുകൾക്ക് മുകളിലായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. PC മനോജിന്റെ അനധികൃതമായ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള ഹെഡ്ലോഡ് തൊഴിലാളികളുടെ ഒരു കത്തിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളുമായി നഗരസഭ നീങ്ങിയപ്പോൾ സ്വകാര്യ വ്യക്തി സബ് കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകി. എന്നാൽ 2 കോടതികളും നഗരസഭയ്ക്ക് അനുകൂലമായ വിധിയാണ് പറഞ്ഞത്. തുടർന്ന് പരാതിക്കാരൻ ട്രിബ്യൂണലിൽ പരാതി നൽകിയതിനാലാണ് കാലതാമസം നേരിട്ടതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. കട്ടപ്പന ഇടുക്കിക്കോലയിൽ PC മനോജിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മോഡിഫൈ ചെയ്ത് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ആയത് സംബന്ധിച്ച് അനധികൃതമായ നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭ നോട്ടീസ് നൽകുകയും നോട്ടീസ് നൽകിയതിനെതിരെ ഡിയാൻ ബഹുമാനപ്പെട്ട സബ് കോടതിക്ക് കേസ് ഫയൽ ചെയ്യുകയും സബ് കോടതിയിലെ കേസ് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി തീർപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആയതിനു ശേഷം കെട്ടിടം പൊളിക്കുന്നതിന് ആവശ്യമായ നടപടികൾ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചു വരികയാണ്. ഡിയാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി തുടർ നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഡിയാൻ വീണ്ടും തിരുവനന്തപുരത്ത് ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്. ആ കേസിൽ മുനിസിപ്പാലിറ്റിയുടെ വാദം 100% കോടതി ശരിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സബ് കോടതിയിലും ഹൈക്കോടതിയിലും ആ കേസിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായ വിധി ലഭിച്ചതാണ്. അനധികൃതമായ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് ആരോഗ്യ വിഭാഗം നോട്ടീസും നൽകിയിട്ടുണ്ട്. 50ഓളം വർഷങ്ങളായി റോഡിന് കുറുകെയുള്ള കലുങ്ക് അടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളെയും HMDA അംഗങ്ങളെയും ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് LDF മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനധികൃതമായി നടത്തുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നഗരസഭയ്ക്കില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. കാഞ്ചിയാർ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി. ഡോക്ടർമാരുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അധികൃതരുടെ മുന്നിലെത്തിച്ചിരുന്നു. ഒപ്പം വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തും വന്നു. ഇതേ തുടർന്നാണ് DMOയുടെ ഭാഗത്തു നിന്നും ഡോക്ടറെ നിയമിക്കാൻ അടിയന്തര തീരുമാനമുണ്ടായത്. കാർഷിക മേഖലയായ ലബക്കടയിലെ ആളുകളുടെ ആകെയുള്ള ആശ്രയമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. എന്നാൽ 4 ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നിടത്ത് ഒരു സ്ഥിര ഡോക്ടറുടെയും ഒരു താൽക്കാലിക ഡോക്ടറുടെയും സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് ആശുപത്രിയിലെത്തുന്ന ആളുകൾക്ക് യഥാസമയം ചികിത്സ ലഭ്യമാക്കുന്നതിൽ കാലതാമസവും വരുത്തി. തുടർന്നാണ് വ്യാപാര സംഘടനകളടക്കം പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തിയത്. ഒപ്പം മാധ്യമങ്ങൾ ഡോക്ടർമാരുടെ അഭാവത്തിലെ പ്രതിസന്ധിയും ആശുപത്രി മന്ദിരത്തിന്റെ ശോചനീയാവസ്ഥയും അധികാരികളിലെത്തിച്ചു. തുടർന്നാണ് അടിയന്തരമായി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാൻ DMOയുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായത്.
ലബക്കടയിലെ ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളും വ്യാപാരി സമൂഹവും നാട്ടുകാരുമൊക്കെ നിരന്തരമായിട്ട് ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് DMOയോട് ഈ കാര്യത്തിൽ DMOയോട് ഈ കാര്യത്തെപ്പറ്റി പറയുകയും DMO ഈ മാസം 23-ാം തീയതിക്കുള്ളിൽ ലബക്കട ഹോസ്പിറ്റലിൽ ഒരു ജനകീയനായ ഡോക്ടറെ നൽകാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഉറപ്പിൽ എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക, ഡോക്ടറെ നിയമിക്കുന്നതിൽ അപര്യാപ്തത ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാപാരി വ്യവസായ സമിതിയും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്നതിനൊപ്പം ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കൂടി പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടാതെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിലെ കുറവും പരിഹരിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നുണ്ട്. പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. പീരുമേട് കച്ചേരിക്കുന്ന കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിലെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാന കൂട്ടമെത്തി നശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടുകൂടി തോട്ടാപ്പുര ഭാഗത്തു നിന്നുമെത്തിയ 3 കാട്ടാനകളാണ് കൃഷിനാശം വരുത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. പീരുമേട് കച്ചേരിക്കുന്ന കുമാർ ഭവനിൽ കുമാറിന്റെ പുരയിടത്തിലെത്തിയ 3 കാട്ടാനകൾ കപ്പ, വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങളും ഇവരുടെ വാട്ടർ ടാങ്കും നശിപ്പിച്ചു. വലിയ ശബ്ദം കേട്ട് കതക് തുറന്നപ്പോഴേക്കും കാട്ടാനകൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയതായും വീട്ടുകാർ പറഞ്ഞു. ഇത് ഇന്നോ ഇന്നലെ ഇപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല ഇതിനകത്ത് കയറി. താഴെ ഉണ്ടായിരുന്ന കമുകും വാഴയും ഞങ്ങളെ ടാങ്ക് വരെ ചവിട്ടി പൊട്ടിച്ച്. എന്നിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മുറ്റത്ത് വന്ന് രാത്രി ഒരു 2 മണിയായി കാണുമെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പം മുറ്റത്ത് നിൽപ്പുണ്ട്. 1 അല്ല 2 അല്ല 3 പേരുണ്ട്. ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ട ഈ വാഴ ഇതൊന്നും പോയി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ തെങ്ങ് മറിയുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നപ്പോൾ വാതിൽ തുറക്കാൻ പേടിയായിരുന്നു. പേടിച്ചിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കാൻ നമുക്കൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേട്ട് ഇത് 3 താഴോട്ടും മേലോട്ടും ആയിട്ടൊക്കെ കയറിപ്പോയി. എങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് കിടന്നുറങ്ങണം? കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയിൽ ഇത് 3-ാം തവണയാണ് കച്ചേരിക്കുന്ന് ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് മുൻപ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം ചേർന്നിരുന്നു. യോഗത്തിലെ തീരുമാനം അനുസരിച്ച് ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നുള്ള വനംവകുപ്പിന്റെ പ്രഖ്യാപനവും പാഴ്വാക്കായിരിക്കുകയാണ്. മൂന്നാർ വാഗുവരയിൽ ലക്കം മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ കാട്ടുകൊമ്പൻ പടയപ്പ. നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ ഉണ്ടായിരുന്നത്. പിന്നീട് പെരിയവാര ഭാഗത്തേക്ക് പടയപ്പ എത്തി. ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരി ലക്കം മേഖലകളിലേക്ക് എത്തിയിട്ടുള്ളത്. മൂന്നാറിൽ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ കാട്ടുകൊമ്പൻ പടയപ്പ. ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. കാർ യാത്രികർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വാഗുവരി ലക്കം മേഖലയിലാണിപ്പോൾ പടയപ്പ ചുറ്റിത്തിരിയുന്നത്. കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ പെരിയവര ഭാഗത്തേക്ക് എത്തിയിരുന്നു. ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരി ലക്കം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. മഴ പെയ്ത വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ പൂർണ്ണമായി കാട് കയറാൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മുമ്പ് വനത്തിൽ തീറ്റ ലഭ്യമാകുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനവാസ മേഖലയിലോ ജനവാസ മേഖലയ്ക്കരികിലോ ആണ് പടയപ്പ സ്ഥിരമായിട്ടുള്ളത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ പടയപ്പ അടുത്ത നാളിൽ ചില ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു. പടയപ്പയുടെ ഈ സ്വഭാവമാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ചീയപ്പാറയ്ക്ക് സമീപം KSRTC ബസിന് മുകളിലേക്ക് മരശിഖരം ഒടിഞ്ഞു വീണു. മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു. യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പാലായിൽ നിന്നും കാന്തല്ലൂരിന് പോകുകയായിരുന്ന KSRTC ബസിന് മുകളിലേക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം വെച്ച് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണത്. പാതയോരത്ത് നിന്ന ഉണങ്ങിയ മരത്തിന്റെ ശിഖരം ബസിന്റെ മുൻഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. മരശിഖരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. 40-ലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു.
പാലാ ഡിപ്പോയിലെ ബസ്സിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. മരശിഖരം പതിച്ചതിനെ തുടർന്ന് ഡ്രൈവറുടെ സംയമനത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായതിനാലാണ് കൂടുതൽ അപകടം ഒഴിവായത്. റോഡിൽ നിരന്നു കിടന്നിരുന്ന പൊട്ടിയ ചില്ലുകൾ വെള്ളമൊഴിച്ച് റോഡിൽ നിന്നും മാറ്റി. ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ടിപ്പറുകളുടെ അമിത വേഗം മൂലമുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജുവിനാണ് ടിപ്പർ തട്ടിവീണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ ബിജു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തടിയമ്പാട് വിമലഗിരി റോഡിലാണ് അപകടമുണ്ടായത്. പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജു തടിയമ്പാട് പോയി വീട്ടുസാധനങ്ങൾ വാങ്ങി തിരികെ സ്കൂട്ടറിൽ വരുമ്പോൾ എതിരെ മെറ്റിലുമായി അമിത വേഗത്തിൽ വന്ന ടിപ്പറിന്റെ പിൻഭാഗം തട്ടുകയായിരുന്നുവെന്ന് ബിജു പറഞ്ഞു. ഞാൻ തടിയമ്പാടിന് പോയിട്ട് വീട്ടിലേക്ക് സാധനം മേടിച്ചുകൊണ്ട് പോകാതെ വഴിക്ക് ഒരു ടിപ്പർ പാറമടയുടെ അവിടെ നിന്ന് നല്ല സ്പീഡ് വന്നു. അത് കഴിഞ്ഞ് ഇടിച്ച് തെറിപ്പിച്ച് വീണു. കാലയിൽ പരിക്കായി ആശുപത്രി കൊണ്ടുപോയി. അവർ തന്നെ വണ്ടിക്കാരൻ ടിപ്പറുകാരൻ തന്നെ ആശുപത്രി അഡ്മിറ്റ് ആക്കിയിട്ട് അവർ പോയി. ഇതുവരെ വന്ന് തേക്കാൻ നോക്കിയിട്ടില്ല. ഡോക്ടർ തന്നെ പറഞ്ഞു 5-6 ദിവസം കിടക്കണം. ഡോക്ടർ വരുമ്പോഴേ അറിയത്തുള്ളൂ. ഒരാഴ്ച എന്നാ പറഞ്ഞിരുന്നത്. അവര് പിന്നെ വന്നിട്ടില്ല. ഇല്ല, അവർ പിന്നെ വന്നിട്ടില്ല. ആളെ അറിയാം, വണ്ടി നമ്പരും അറിയാം. അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലായിപ്പോയ ബിജുവിനെ ടിപ്പർ ഡ്രൈവർ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ പറഞ്ഞത് വഴിയിൽ സ്കൂട്ടർ മറിഞ്ഞു വീണ് കിടക്കുകയായിരുന്നുവെന്നും ഇത് കണ്ട് ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ്. ബോധം തെളിഞ്ഞ ശേഷം ടിപ്പർ തട്ടിയാണ് താൻ വീണതെന്ന് ബിജു പറഞ്ഞതോടെയാണ് ആശുപത്രി അധികൃതരും വിവരം അറിഞ്ഞത്. സ്കൂൾ സമയത്തിന് മുൻപ് ലോഡ് എത്തിക്കുവാനുള്ള തത്രപ്പാടിൽ വീതി കുറഞ്ഞ റോഡിലുണ്ടായ അപകടം ടിപ്പർ ഉടമകൾ മറച്ചുവെച്ചതായും ബിജു പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബിജു പറയുന്നു. കാലിന് പരിക്കേറ്റ യുവാവ് 3 മാസത്തിലധികം വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള കൂലിപ്പണിക്കാരനായ ബിജു ദൈനംദിന ചിലവിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. തോപ്രാംകുടി പ്രകാശിന് സമീപം വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം നടത്തിയ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. ജാർഖണ്ഡ് സ്വദേശി ബെഞ്ചമിൻ ബെസ്കിയെയാണ് മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പോയ ഉദയഗിരി സ്വദേശിയായ യുവതിയെ ജാർഖണ്ഡ് സ്വദേശിയായ ബെഞ്ചമിൻ ബെസ്കി പിറകിൽ നിന്നും കടന്നു പിടിക്കുകയായിരുന്നു. വെട്ടിച്ചു മാറാൻ ശ്രമിച്ച യുവതിയുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചു നിർത്തിയ ശേഷം ഇയാൾ ആക്രമിക്കാൻ തുടങ്ങി. ഇയാളെ തള്ളിമാറ്റിയ ശേഷം സമീപത്തെ വീട്ടിലേക്ക് യുവതി ഓടിക്കയറിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. തോപ്രാംകുടിക്ക് സമീപം പെരുന്തൊട്ടിയിലെ ലേബർ ക്യാമ്പിൽ എത്തിയ ഇയാളെ പിന്നീട് മുരിക്കാശ്ശേരി പോലീസ് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷക്കാലമായി ഇയാൾ ഇവിടെ താമസിച്ച് സമീപത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യ ഒപ്പമുണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇരുവരും നാട്ടിൽ പോയ ശേഷം തിരികെ ഇയാൾ മാത്രമാണ് എത്തിയത്. മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയന്റെ നേതൃത്വത്തിൽ SI-മാരായ ജോഷി മാത്യു, DGP വർഗീസ്, ചന്ദ്രൻ, അൻവർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ്, ജോബിൻ, സംഗീത എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്, ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. മുന്നണി ധാരണ പ്രകാരം രാജിവെച്ച ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജിഷ ദിലീപാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. മിൻസി റോബിൻസൺ ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണ പ്രകാരം CPM-ന് സ്ഥാനങ്ങൾ നൽകുന്നതിനായി CPI പ്രതിനിധികൾ രാജിവെച്ചിരുന്നു. ഈ ഒഴിവുകളിലേക്കാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത്, ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ശാന്തമ്പാറ ബ്ലോക്കിൽ നിന്നുള്ള അംഗം ജിഷ ദിലീപിനെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുമ്പം 9 പഞ്ചായത്തുകളും 9 സ്വഭാവ സവിശേഷതകളിലൂടെ കടന്നു പോകുന്നതാണ്. പ്രധാനമായും കാർഷിക മേഖലയും ടൂറിസം മേഖലയും പ്രതിനിധീകരിക്കുന്ന ഈ പഞ്ചായത്തുകളിലേക്ക് നൂതനമായ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടെയുള്ളവരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഭരണസമിതിയുടെ ഒത്തുചേരലും അതിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. 13-അംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ CPI 5, CPM 3, കോൺഗ്രസ് 5 എന്നിങ്ങനെയാണ് കക്ഷിനില.
ജിഷ ദിലീപ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദേവികുളം സബ് കളക്ടർ വരണാധികാരിയായി. മിൻസി റോബിൻസണാണ് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ദേവികുളം വാർഡിൽ നിന്നുള്ള അംഗമാണ് മിൻസി റോബിൻസൺ. RLV രാമകൃഷ്ണനെ ജാതീയപരമായി ആക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്. സർക്കാർ സത്യഭാമയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുവെന്നും KK സുരേഷ് കട്ടപ്പനയിൽ ആരോപിച്ചു. കേരളത്തിലെ സിനിമാ രംഗത്തെ പ്രമുഖനായിരുന്ന കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനെ ജാതിപരമായി ആക്ഷേപിച്ചതിനെതിരെ ഒരു കേസ് അട്രോസിറ്റീസ് കോടതിയിൽ ഉണ്ടായിരുന്നു. ആ കോടതിയിൽ ആക്ഷേപിച്ച സത്യഭാമയ്ക്ക് ജാമ്യം കോടതി നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുക. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ഈ പ്രതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്യാവുന്നത്. പട്ടികജാതി കോടതി രാമകൃഷ്ണന്റെ കേസിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. അതോടൊപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ സമൂഹം സംവരണത്തിന് പുറത്തു നിൽക്കുകയാണ്. ദളിത് ക്രൈസ്തവർ എന്നൊരു വിഭാഗം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലേക്ക് വളരെ കൂടുതലുണ്ട്. അവർക്ക് പ്രത്യേകമായ സംവരണ പാക്കേജ് അനുവദിക്കണമെന്നും CSDS ഇന്നത്തെ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാറിൽ ദേശീയപാതയിലൂടെ യുവാക്കൾ വാഹനം ഓടിച്ച സംഭവത്തിൽ തുടർ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. യുവാക്കൾ ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാഹനം ശാന്തൻപാറ പോലീസിന് കൈമാറി. ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടിയായിരുന്നു യുവാക്കൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടി അപകടകരമായ രീതിയിൽ യുവാക്കൾ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും യുവാക്കൾ വാഹനത്തിന്റെ ജനാല വഴി തലയും ശരീരവും പുറത്തിട്ടാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. യുവാക്കൾ ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വാഹനം ശാന്തൻപാറ പോലീസിന് കൈമാറി. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്നയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യങ്ങളിലേക്കടക്കം മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു. ദേവികുളം സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. 24-കാരനായ സതീഷ് കുമാറിനെ കാണാനില്ലെന്ന പരാതിയുമായിട്ടാണ് കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ യുവാവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ദേവികുളം സ്വദേശികളായ ബേബി മുരുകൻ ദമ്പതികളുടെ മകനാണ് 24-കാരനായ സതീഷ് കുമാർ. സതീഷ് കുമാറിനെ കാണാനില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞ യുവാവ് വീട്ടിൽ എത്തിയിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. நாங்களும் எல்லா இடத்துலையும் தேடிட்டோம், எல்லா இடத்துலையும் பராதி கொடுத்துட்டோம், ஒன்றுமே நிவர்த்தில்ல. நீங்கள் ஏற்பாடு பண்ணு சார். சொந்தக்காரங்க வீட்டில் சொந்தக்கார வீட்டில் எல்லாரும் வீட்லையும் கேட்டோம் சாரே, ஒரு வீட்லையும் നിവൃത്തി ഇല്ല സാറേ. സതീഷ് കുമാറിനെ കാണാതായിട്ട് 5 ദിവസമാകുന്നെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. സംഭവത്തിൽ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബന്ധുവീടുകളിലും മറ്റും സതീഷ് കുമാറിനായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബന്ധുവീടുകളിൽ യുവാവ് എത്തിയിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. യുവാവിനെ കണ്ടെത്തുവാൻ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് മുത്തനാട്ടിന് കർഷക കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി തോമസ് രാജൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും വൻ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ലഭിച്ചതാണ് ഡീൻ കുര്യാക്കോസിന്റെ വൻ വിജയ ഭൂരിപക്ഷമെന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ആളുകൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ, ലോകത്ത് ഒത്തിരി ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ജനാധിപത്യ വിശ്വാസികളുണ്ട്.
ആ ജനാധിപത്യ വിശ്വാസികളൊക്കെ ഭാരതത്തെ കണ്ടിരുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പൈതൃകമായ മൂല്യമായി കണ്ടിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വമാണ്. ആ മതേതരത്വം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി രാജ്യത്തെ ജനങ്ങളിൽ 80% ആളുകൾ ഒരു സമുദായത്തോട് ആധിപത്യം പുലർത്തുന്നവരാവുകയും പക്ഷെ അവരെക്കാൾ ഏറെ അംഗീകാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചു പോകുന്നു എന്നതായിരുന്നു ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമായി ലോകത്തിന് മുമ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നത് നമ്മുടെ മതേതരത്വത്തിന് പോയി. എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിരവധിയായ മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ നമുക്കറിയാവുന്ന. പക്ഷെ നമ്മുടെ ആളുകൾക്ക്, ഇന്ത്യയിലെ ആളുകൾക്ക് പലർക്കും അറിയില്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മുസ്ലിം രാജ്യങ്ങൾ ലോകത്ത് ഒത്തിരി ഉണ്ട്, പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഒരു മുസ്ലിം ആയിരിക്കുന്ന ഒരാൾ ഞാൻ മുസ്ലിമാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ, ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരാൾ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ, ഞാനൊരു ഭാരതീയനാണ് എന്ന വിശ്വാസത്തിൽ ജീവിച്ചു പോന്നിരുന്ന കാലഘട്ടം അപകടത്തിൽപ്പെടുന്നോ എന്ന ഭയം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ. നാളെ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുസൽമാനാണ് എന്ന് പറഞ്ഞാൽ, ഒരു സിഖുകാരനാണ് എന്ന് പറഞ്ഞാൽ, ഒരു ജൈനനാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ചു പോകാൻ കഴിയുമോ എന്ന ഭയം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നമ്മുടെ രാജ്യത്തെ വളർന്നു വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത കട്ടപ്പന മണ്ഡലത്തിലെ കർഷക കോൺഗ്രസ് സംസ്ഥാന, ജില്ലാ, നിയോജക മണ്ഡലം നേതാക്കളെയും യോഗത്തിൽ ആദരിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഡി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഷൈനി സണ്ണി ചെറിയാൻ, ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ, പി എസ് മേരിദാസൻ, സജിമോൾ ഷാജി, ഐബിമോൾ രാജൻ, ലീലാമ ബേബി, രത്നമ സുരേന്ദ്രൻ, കുര്യാക്കോസ് കാക്കനാട്ട്, ജോർജ് കുട്ടി നടക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം കെക് ബൈക്കേഴ്സ് പെരിയാർ ടൈഗർ റിസർവുമായും പെരിയാർ ഫൗണ്ടേഷനുമായും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി ശനിയാഴ്ച രാവിലെ 6 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കും. കെക് ബൈക്കേഴ്സ് സെക്രട്ടറി ജോസ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 20ഓളം സൈക്ലിസ്റ്റുകൾ റാലിയിൽ പങ്കെടുക്കുമെന്ന് കെക് ബൈക്കേഴ്സ് പ്രസിഡന്റ് കിരൺ സി കുര്യൻ പറഞ്ഞു. ലോക സൈക്ലിംഗ് ദിനത്തോടും ലോക പരിസ്ഥിതി ദിനത്തോടും അനുബന്ധിച്ച് കോട്ടയം കെക് ബൈക്കേഴ്സ് പെരിയാർ ടൈഗർ റിസർവുമായും പെരിയാർ ഫൗണ്ടേഷനുമായും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു റാലിയാണ് ഇത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് രാവിലെ കൃത്യം 6 മണിക്ക് കെക് ബൈക്കേഴ്സ് സെക്രട്ടറി ശ്രീ ജോസി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ റാലി എരുമേലി, കാളകെട്ടി, കണമല, മുണ്ടക്കയം, കുട്ടിക്കാനം വഴി തേക്കടി പെരിയാർ ടൈഗർ റിസർവിൽ വൈകുന്നേരം 5 മണിയോടുകൂടി എത്തിച്ചേരുന്നതാണ്. ഈ റാലിയിൽ ഏകദേശം 20ഓളം സൈക്ലിസ്റ്റുകൾ പങ്കെടുക്കുന്നതാണ്. കാഞ്ചാർ മുരിക്കാട്ടുകുടി കോഴിമല റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മാലിന്യം തള്ളുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താനോ മാലിന്യം നീക്കം ചെയ്യാനോ ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മുരിക്കാട്ടുകുടി കോഴിമല റോഡിന്റെ വശങ്ങളാണ് മാലിന്യ കൂമ്പാരമാകുന്നത്. ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഉൾപ്പെടെ കുന്നുകൂടുന്നത്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഗ്രാമപഞ്ചായത്തിലെ സ്വരാജ് മുതൽ കോഴിമല വല്ല റോഡിന്റെ സൈഡിലെ മാലിന്യം വലിച്ചെറിയുന്ന വളരെ ദുഷ്കരമായ അവസ്ഥയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരമാണ് നിലവിൽ ഉള്ളത്. ഇത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അതിന് വേണ്ട തക്ക നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെയുള്ള സ്ഥാപനങ്ങളും തയ്യാറാകണം. പ്രധാന പാതയോടൊപ്പം അയ്യപ്പൻകോവിലുമായി ബന്ധപ്പെടുന്ന പഴയ പാതയിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. ഇടുക്കി ജലാശയത്തിലേക്ക് വന്നുചേരുന്ന കൈത്തോടിന്റെ സമീപമാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. തുണി അലക്കുന്നതിനും മറ്റും പ്രദേശവാസികൾക്ക് ഇവിടെ എത്താൻ സാധിക്കാത്ത വിധമാണ് മാലിന്യ നിക്ഷേപം. മണം കാരണം നിങ്ങൾക്ക് നടക്കത്തില്ല. ഒന്ന് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസരമാണ്. ഞങ്ങൾ വെള്ളത്തിനൊക്കെ അങ്ങോട്ട് ചിലപ്പോഴൊക്കെ പോകുന്നതാണ്, ആറ്റിലൊക്കെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ. ഇപ്പൊ അതിന് പോലും പോകാൻ മേലാത്ത രീതിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന മാലിന്യം ഈ റോഡ് സൈഡിൽ കിടക്കുന്ന എല്ലാം മാറ്റി തരണം. ഹോട്ടലുകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നുമെല്ലാം മാലിന്യം ഇവിടെ തള്ളുന്നുണ്ട്. ചാക്കുകെട്ടുകളിലായി വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ കൊണ്ടിടുന്നു. ഇതോടെ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികളുടെ ശല്യവും മേഖലയിൽ രൂക്ഷമാണ്. രാത്രിയുടെ മറവിൽ നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടി
അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കരയും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ചക്കുപള്ളം മാധവൻകാനത്ത് നടന്ന ചടങ്ങിൽ മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് താക്കോൽ കൈമാറി. എടുത്ത് നടപ്പാക്കുന്നതിന് അണക്കര റോട്ടറി ക്ലബ്ബ് മുൻപോട്ട് വരികയും അതിൻ്റെ ഭാരവാഹികളായ സാബു തോമസും രണ്ട് സാബുമാരെയും ഒരുപക്ഷെ ഞാൻ വിജയനാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിജയനോടൊപ്പം നിന്ന ക്ലബിലെ മുഴുവൻ ആളുകളെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പേരിലും റോട്ടറിയുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി ഞാൻ അനുമോദനം അറിയിക്കുകയാണ്. കാരണം ഇതൊട്ടും ചെറിയൊരു കാര്യമല്ല. 4 മാസം കൊണ്ട് 7 ലക്ഷം രൂപ സമാഹരിച്ച് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൃത്യതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ പ്രോജക്റ്റ് സാധ്യമാവുകയുള്ളൂ. അതിന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ സുരേന്ദ്രൻ നല്ല നേതൃത്വവും പിന്തുണയും കൊടുത്തു എന്നുള്ളത്. റോട്ടറി ക്ലബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച ഹൈറേഞ്ച് മേഖലയിൽ 19 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിലെ ആദ്യ വീടിന്റെ താക്കോൽദാനമാണ് മാധവൻകാനത്ത് നടന്നത്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് സാബു വൈലിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് വീട്ടുടമയായ പാപ്പമ്മയ്ക്ക് താക്കോൽ കൈമാറി. റോട്ടറി ക്ലബ് ഭാരവാഹികളായ യൂനിസ് സിദ്ദിഖ്, തോമസ് ജോസഫ്, ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ, റോട്ടറി ക്ലബ് സെക്രട്ടറി സാബു കെ തോമസ്, VT വിജയൻ, റിജി മടുക്കാവുങ്കൽ, മാണി ഇരുമേട, ജോമി പയ്യേലുമുറി, രാജേഷ് AN, റോബിൻ സ്പാനോസ്, ബെന്നി ജോൺ, രാജേഷ് കുമാർ, റോയി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. 8 ലക്ഷം രൂപ ചെലവിൽ 4 മാസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന് അനിൽ വാണിയപ്പുരയ്ക്കൽ, ബിജോ ചാണ്ടി, രഞ്ജിത്ത് CJ, ബിജു മുക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡുകൾ വിതരണം ചെയ്തു. വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് വിതരണം നടത്തിയത്. ചടങ്ങിനെത്തിയ ജില്ലാ കളക്ടർക്ക് ആവേശകരമായി സ്വീകരണം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രോഗ്രാം അവാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അർഹത ഈ കുട്ടികൾക്ക് ഈ അവാർഡ് കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അത് വരുന്ന കുട്ടികളിലും ഇനിയും പഠിക്കുന്ന മുൻപോട്ടുള്ള കാലങ്ങളിലും പഠിച്ചു വരുന്ന പുറകിൽ നിൽക്കുന്ന ക്ലാസ്സുകളിലെ കുട്ടികൾക്കും നാളെ ഒരു മാതൃകയായിട്ടത് മാറണം. എനിക്ക് കളക്ടറുടെ കയ്യിൽ നിന്നും ലഭിച്ച ഒരു അംഗീകാരമാണ് എന്ന് പറയുമ്പോൾ താഴേക്കടയിലെ കുട്ടികളും അടുത്ത വർഷം എനിക്കിത് വാങ്ങണം എന്നൊരു മനസ്സുകൊണ്ട് താല്പര്യം തോന്നി. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർമാർ, SSLC +2 വിജയികൾ എന്നിവർക്ക് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അവാർഡ് വിതരണം ചെയ്തു. 39 പേരിൽ അല്ലെങ്കിൽ 20 പേരിൽ ഒരാളുടെയെങ്കിലും ഹൃദയത്തിൽ ഇതൊക്കെ ഉണ്ടായാൽ നമ്മൾക്കത് വളരെ സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾ ഇവിടുന്ന് വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ ആരായിരിക്കണം എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവണം. നമ്മൾക്കറിയാം നമ്മുടെ ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ഏത് വഴിക്ക് പോയാലും നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടും. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നിങ്ങൾ അപ്പോൾ ഒക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പാരൻസിനെയാണ്. എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കാം നിങ്ങളെ പഠിപ്പിച്ച് ഈ ഒരു പദവിയിൽ എത്തിക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കണം. അവരുടെ മുഖം ഓർക്കണം. ഓരോ പാതകളിലൂടെ പോകുമ്പോൾ നേരെ തന്നെ പോകണം. പക്ഷേ നമ്മൾ രണ്ട് സൈഡിലും എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടെ അറിയിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേരെ നമ്മളത് ഉൾപ്പെടെ ആരും നേരെ നോക്കാറില്ല. എന്താണ്, എല്ലാവരും തലകുലിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യത്തെ ബാലജന സഖ്യത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് തല ഉയർത്തു സമൂഹത്തെ ഒന്ന് കാണൂ എന്നുള്ളതാണ്. വിദ്യാർത്ഥിയാണ് ഏറ്റുവാങ്ങാൻ കടന്നു വരണമെന്ന് കരസ്ഥമാക്കിയ 14 നിന്നും നീള ലീന കുഞ്ഞുമനുണ്ടോ? സേനാംഗമായ ശുഭചേച്ചിയുടെ മകളാണ്.
രക്ഷിതാക്കളും കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടിയാണ്. ഹൈസ്കൂൾ വേണ്ടി റോഷൻ തോമസ്, ഹൈസ്കൂളിൽ നിന്നും സ്നേഹ, വീണ്ടും തെരേസ. സ്പൈസസ് ബോർഡിന്റെ മികച്ച ഏലം കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ എം ചിന്നത്തമ്പി, സാമൂഹ്യ പ്രവർത്തകനായ കെ രാജീവ് കുർവന്താനം, മാസ് എന്റർപ്രൈസസ് MD ടി ജോസ് എന്നിവരെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽവി ശേഖർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജ മാട്ടൂക്കാരൻ, GP രാജൻ, ഷൈനി റോയി, അന്നമ്മ ജോൺസൺ, സന്ധ്യ രാജ, ജോസ് മാടപ്പള്ളിൽ, സിസിലി സജി, സൂസൻ ജേക്കബ്, സത്യമുരുകൻ എന്നിവർ സംസാരിച്ചു. കെ കുമാർ, രാജു ബേബി, സി കണ്ണൻ, പ്രേം, നിർമ്മൽ SP തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാറ്റ കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ണമ്പടി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ടാറ്റ കൺസൾട്ടൻസിയുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഉൾപ്പെടെ 20,000-ഓളം പേർ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഷേപ്പ് എ ഫ്യൂച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കോവിൽമല രാജാവ് രാമൻ രാജമന്നൻ നിർവഹിച്ചു. ആ വേളയിൽ നല്ല വിദ്യാസമ്പന്നരായി നല്ല ജോലിയായി അങ്ങനെയെല്ലാം നമ്മൾ ആയി കഴിയുന്ന വേളയിൽ എന്തായാലും ഈ മണ്ണിനെയും ഈ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും മറന്നുകൊണ്ട് പോവാതെയും കൂടെ ഇരിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയെല്ലാമുള്ള സഹായ സഹകരണങ്ങളും തീർച്ചയായിട്ടും പല കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ മേഖലകളിലേക്ക് എത്തുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കണ്ണമ്പടിയിലും മേമാരിയിലെ ഏക അധ്യാപക സ്കൂളിലുമായി 150ഓളം പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ഈ ഒരു ഇതെന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ അതിൻ്റെ ഒരു ഉത്ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ പർപ്പസ് ഫോർ ലൈഫ് എന്നൊരു ഇനിഷ്യേറ്റീവിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഹോപ്പ് അതിലുള്ള ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലാണ് ഈ ഒരു സ്കൂളും. ഇതുപോലെ പല റിക്വസ്റ്റും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കൂളും അന്നിരുന്ന ഹെഡ് മാസ്റ്ററെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഒരു സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ ഇവിടെ വന്നിത് ചെയ്യാമെന്ന്. ഇങ്ങനെ ഒരു 150ഓളം സ്കൂൾ കിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ടീമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്നവർ ആണ് ആ ഒരു സ്കൂൾ കിറ്റും, പിന്നെ അതിനകത്ത് അന്നത്തെ മഹേഷ് സാറ് പറഞ്ഞ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല, ഒരു കുട കൂടെ കൊടുക്കണം എന്നാണ്. ഈ ഒരു കൂട്ടായ്മയുടെ പരിണത ഫലമായിട്ടാണ് ഈ ഒരു സ്കൂൾ കിറ്റ് ഞങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. പരിപാടിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ മഹേഷ് PA, സീനിയർ അസിസ്റ്റന്റ് രജികുമാർ, കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സന്തോഷ് KR, ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി, PTA പ്രസിഡന്റ് സുനിൽ കൊട്ടാരത്തിൽ, അധ്യാപകരായ ബിനു കൊച്ചുചെറുക്കൻ, K നിസാമുദ്ദീൻ, M രാജേഷ്, സുമ S എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മുൻ അധ്യാപകൻ YC സ്റ്റീഫൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. 2023-24 SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവരെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കിയ അധ്യാപകരെയുമാണ് അനുമോദിച്ചത്. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ അധ്യാപകനും എഴുത്തുകാരനുമായ YC സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണ് കാണുന്നത്, അത്രമാത്രം ഹൃദയ നൈർമല്യത്തോടുകൂടിയാണ് അധ്യാപകരും കുട്ടികളൊക്കെ ഒരു പരിധി വരെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്കൊരു കാര്യം സത്യം പറയാം, ഈ സ്കൂളിലെ കുട്ടികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ കൈവപ്പുണ്ട്. ഒരൊറ്റ കുട്ടി പോലും നിരാശനായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. മുൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി. അനുമോദന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാരദാദേവി, മുൻ ഹെഡ് മിസ്ട്രസ് രാജി, നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി, ചങ്ങാതിക്കൂട്ടം അംഗങ്ങളായ KV ഹരിലാൽ, വിനോദ് മഞ്ചേരിൽ, PP ഗണേഷ്, സുമ ഗണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ
സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിന്റെ മണ്ണിലും മുന്തിരിവള്ളികൾ തളിർക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കുകയാണ് ഉപ്പുതറ വളകൂട്ടിലെ ഒരു കർഷകൻ. പുലിക്കുഴിയിൽ കുഞ്ഞുമോന്റെ വീടിന് മുന്നിലാണ് മുന്തിരിച്ചെടി പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഇടുക്കിയോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് പ്രദേശങ്ങളിലെല്ലാം മുന്തിരിപ്പാടങ്ങൾ കാണാമെങ്കിലും ഹൈറേഞ്ചിൽ ഇവ പച്ച പിടിച്ചിരുന്നില്ല. എന്നാൽ ഇത്തരം മുൻധാരണകളെല്ലാം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് കുഞ്ഞുമോൻ എന്ന മധ്യവയസ്കനായ കർഷകൻ. വീടിന്റെ മുറ്റത്ത് റോഡിനോട് ചേർന്നുള്ള പുരയിടത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മുന്തിരിവള്ളികളിലായി 100-ലേറെ മുന്തിരിക്കുലകളാണ് കായ്ച്ചു കിടക്കുന്നത്. പഴുത്തതും പകുതി പാകമായതുമൊക്കെയായി കിടക്കുന്ന ഇവയിൽ പകുതിയിലേറെ വീട്ടുകാർ ഇതിനോടകം വിളവെടുത്തു കഴിഞ്ഞു. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും. ഒരു 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് ഒരു മുന്തിരിയുടെ തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ്. നട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഇതിൽ 2-3 കായകളൊക്കെ ഉണ്ടായി, ഒരു 3-4 കറി ഉണ്ടായി. അത് കഴിഞ്ഞ് ഇത് കായ്ക്കാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ജയ്പൂർ ജോലി ചെയ്യുന്നൊരു സ്ത്രീയെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആണ് പറഞ്ഞത് ഇതിന് സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൻ്റെ ഇല കംപ്ലീറ്റ് ഞുള്ളി ഇതിൻ്റെ ഇളം ശേഖരങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല വിളവുകൾ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ശേഖരങ്ങളെല്ലാം കട്ട് ചെയ്യുകയും ഇലയെല്ലാം പറിച്ച് കളയുകയും ചെയ്തു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ മുകളങ്ങളുണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി. ഒരു 10-25-30 കൊല ഇതുണ്ടായി കഴിഞ്ഞ് ഇത് പിന്നെ ഇപ്പം ഈ സമയമായപ്പോഴത്തേനും ഇത് പഴുക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. വരുന്നവർക്കൊക്കെ 1-2 കൊടുക്കാൻ തുടങ്ങി. പല ആൾക്കാരും ഇതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇതിന് വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, അങ്ങനെ ജൈവ വളങ്ങളൊക്കെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കടലപ്പിണ്ണാക്ക് ഇതൊക്കെ. പിന്നെ ഇനിയും തുടർന്ന് ഇത് ഇങ്ങനെ ഒരു കൗതുകമായതുകൊണ്ട് ഇതൊരു 10 സെൻറ്റ് സ്ഥലത്തെങ്കിലും ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ നീണ്ടു വരുന്ന ശേഖരങ്ങളിങ്ങനെ നമ്മളെ നെറ്റ് വലിച്ചിട്ട് നെറ്റ് വഴി അങ്ങോട്ട് പടർത്തി വിടാനാണ് ആഗ്രഹിക്കുന്നത്. തൂക്കുപാലത്തുള്ള മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി തന്ന ഒരു മുന്തിരിത്തണ്ട മരുമകൻ കുഞ്ഞുമോന് നൽകി. ഇത് വീട്ടിൽ കൊണ്ടുവന്ന മകൻ സാജുവിനെ നടാൻ ഏൽപ്പിച്ചു. ആദ്യ വർഷം മുന്തിരി വളർന്നുവെങ്കിലും പേരിന് കുറച്ച് മുന്തിരികൾ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഒരിക്കൽ അയൽവാസികളായ ദമ്പതികളാണ് ഇവയുടെ നല്ല വളർച്ചയ്ക്കായി സെപ്റ്റംബർ മാസത്തിൽ തളിരിലകൾ നുള്ളിക്കളയണമെന്ന് പറഞ്ഞത്. ഇതനുസരിച്ച് ഇവ നുള്ളിക്കളഞ്ഞ് ചെടി ഒരുക്കിയപ്പോഴാണ് മുന്തിരിയിൽ വ്യാപകമായി ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെടി നന്നായി പടരുകയും ചെയ്തത്. ഇപ്പോൾ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മുന്തിരിച്ചെടികൾ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. അവയ്ക്കിടയിൽ ആരെയും കൊതിപ്പിക്കും വിധം പഴുത്തും പച്ചയുമായ നിരവധിയായ മുന്തിരിക്കുലകളും. വീട്ടുമുറ്റത്ത് ചെറുതെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായതറിഞ്ഞ പരിചയക്കാരടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലൂട്ട് 69, വിൽപ്പനയ്ക്ക് വന്നത് 11,138, വിൽപ്പന നടന്നത് 11,138. കൂടിയ വില 3,021, ശരാശരി വില 2,391. കട്ടപ്പന കമ്പോളം
കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2400, ഏലം ശരാശരി വില 1900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 145, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6760 രൂപ, വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടതു സ്ഥാനാർത്ഥിക്ക് ദേവികുളം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി മുൻ MLA S. രാജേന്ദ്രൻ. ആളുകളുമായും സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. ആളുകളുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂവെന്നും S. രാജേന്ദ്രൻ. CSDS സംഘടനയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. സംഘടനയുടെ പേര്, ചിഹ്നം എന്നിവ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങളും പണപ്പിരിവും നടത്തുന്നത് സംഘടനയിൽ നിന്ന് പുറത്തുപോയവരും പുറത്താക്കപ്പെട്ടവരുമെന്ന് സംസ്ഥാന നേതൃത്വം. കട്ടപ്പന ഇടുക്കി കവലയിൽ ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി നഗരസഭ. സ്വകാര്യ വ്യക്തി ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് ഇടുക്കി കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്ന്. കാഞ്ചാർ ലബ്ബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി. ഡോക്ടർമാരുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അധികൃതരുടെ മുന്നിലെത്തിച്ചിരുന്നു. ഇതേ തുടർന്നാണ് DMOയുടെ ഭാഗത്തു നിന്നും ഡോക്ടറെ നിയമിക്കാൻ അടിയന്തര തീരുമാനമുണ്ടായത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.